അമേരിക്കൻ ഐക്യനാടുകളിൽ 12 വർഷത്തോളം നീണ്ട വിജയകരമായ കരിയറിന് ശേഷം 36-ാം വയസ്സിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച് ഒരു യുവാവിന്റെ റെഡിറ്റ് പോസ്റ്റാണ് ചർച്ചാ വിഷയം. പ്രതിവർഷം $3,20,000 ശമ്പളവും അമേരിക്കയിൽ സ്വന്തമായി മോർട്ട്ഗേജ് രഹിത വീടും $1 മില്യണിൽ കൂടുതൽ സമ്പാദ്യവുമുള്ള ഒരാൾക്ക് ഇതെല്ലാം ഉപേക്ഷിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യം ഏതൊരു സാധാരണക്കാരനെയും അത്ഭുതപ്പെടുത്തിയേക്കാം. എന്നാൽ ഇതിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ആധുനിക പ്രവാസി നേരിടുന്ന വലിയൊരു മാനസിക സംഘർഷത്തിന്റെ പ്രതിഫലനമാണെന്ന് കാണാം. ഈ തീരുമാനത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈകാരികമാണ്. തന്റെ മാതാപിതാക്കൾ ഹൈദരാബാദിലാണ് താമസിക്കുന്നതെന്നും പ്രായമായി വരുന്ന അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നോവ് തങ്ങളുടെ മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്ത് കൂടെയുണ്ടാകാൻ കഴിയുന്നില്ല എന്നതാണ്. പണം കൊണ്ട് നികത്താൻ കഴിയാത്ത ഈ വിടവ് നികത്താനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കൂടാതെ തന്റെ 3 കുട്ടികൾ മുത്തശ്ശിമാരുടെയും മറ്റു ബന്ധുക്കളുടെയും സ്നേഹം അനുഭവിച്ചു വേണം വളരാൻ എന്ന ആഗ്രഹവും ഇതിനു പിന്നിലുണ്ട്. സംയുക്ത കുടുംബങ്ങൾ നൽകുന്ന സുരക്ഷിത ബോധവും സ്നേഹവും വിദേശ രാജ്യങ്ങളിലെ അണുകുടുംബ വ്യവസ്ഥയിൽ ഇല്ല എന്ന തിരിച്ചറിവ് പല പ്രവാസികളെയും നാട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ലഭിക്കുന്ന ശമ്പള വാഗ്ദാനം 1.5 കോടി രൂപയാണ്. ഇന്ത്യയിലെ IT ഫിൻടെക് മേഖലയിൽ വലിയ വളർച്ചയിലാണ്. 1.5 കോടി രൂപയുടെ പാക്കേജുകൾ ഇന്ന് ഇന്ത്യയിൽ സീനിയർ പ്രൊഫഷണലുകൾക്ക് അപ്രാപ്യമല്ല. അതുകൊണ്ട് തന്നെ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ അഥവാ ഭുക്തിശക്തിയുള്ള യുവാക്കൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രതിഭാസം വരും വർഷങ്ങളിൽ വർദ്ധിക്കാനാണ് സാധ്യത. ഈ യുവാവിന്റെ കഥ കേവലം ഒരു വ്യക്തിയുടെ അനുഭവം മാത്രമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസികൾ നേരിടുന്ന ധർമ്മസങ്കടത്തിന്റെ നേർചിത്രമാണ്.